ഹായ് ഫ്രണ്ട്സ്, ഫോർ ഷൈനിങ് ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെയൊക്കെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും തീർത്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി എണ്ണയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കരിഞ്ചീരകം വെച്ചിട്ടുള്ള എണ്ണയാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു എണ്ണയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. കരിഞ്ചീരകത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മുടെ മുടിക്ക് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനും അസുഖത്തിനും അങ്ങനെ ഒരുപാട് ആയുർവേദത്തിലും ഒരുപാട് മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ കരിഞ്ചീരകം. ഇപ്പം നമ്മൾ ഹെയർ ഓയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും അതിലൊക്കെ ഈ കരിഞ്ചീരകം ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ ഞാൻ കരിഞ്ചീരകം എണ്ണ തയ്യാറാക്കാനായിട്ട് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഉലുവ ഇട്ട് കൊടുത്താലാണ് നമ്മുടെ തലയിലെ താരനൊക്കെ മാറി ചൊറിച്ചിലും മാറി മുടി വളരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഉലുവ. അപ്പോൾ നല്ലപോലെ സ്കാൽപ്പൊക്കെ ക്ലീനായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഉലുവ കൂടി കരിഞ്ചീരകത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണ ഞാൻ കുറച്ച് നാളുകളായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികൾക്കായാലും നമുക്കായാലും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെയൊക്കെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധി വരെ മാറിക്കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു എണ്ണ ഉപയോഗിച്ച് നോക്ക്. അപ്പോൾ നമുക്ക് നല്ല പോലെ തന്നെ റിസൾട്ട് കിട്ടും. മുടി പൊട്ടിപ്പോകുന്നതും മുടി ഇങ്ങനെ സ്പ്ലിറ്റൻസൊക്കെ ആയിട്ട് പോകുന്നത് അതെല്ലാം തടയാനായിട്ട് വളരെ നല്ലതാണ് ഈ ഒരു ഓയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല പോലെ തന്നെ ഗുണം ചെയ്യും ഈ ഒരു കരിഞ്ചീരകം ഓയിൽ. അപ്പോൾ ഈ ഒരു ഓയിൽ എങ്ങനെയാണ് ഞാനിവിടെ തയ്യാറാക്കി തലയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് വീഡിയോയിലൂടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കരിഞ്ചീരകം എണ്ണ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തലയ്ക്കൊക്കെ നല്ല കുളിർമ കിട്ടുകയും നല്ല ഉറക്കം കിട്ടുകയൊക്കെ ചെയ്യും. നമ്മുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കായാലും നമ്മൾ ഈ ഒരു കരിഞ്ചീരകം എണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ കളിക്കുമ്പോഴൊക്കെ അവരുടെ തലയ്ക്കൊക്കെ ഒരു വേർപ്പിൻ്റെ ഒക്കെ മണം വരും. അപ്പോൾ ഈ കരിഞ്ചീരകം എണ്ണയൊക്കെ തേക്കുകയാണെങ്കിൽ നല്ലൊരു വാസനയായിരിക്കും. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ല പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി എണ്ണയാണ് കേട്ടോ ഈ ഒരു കരിഞ്ചീരകം എണ്ണ. അപ്പോൾ ഈ ഒരു കരിഞ്ചീരകം എണ്ണ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ടീസ്പൂൺ കരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഇത്ര അളവ് എന്നൊന്നുമില്ല, കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് ഉലുവയാണ്. ഒരു വലിയ ടീസ്പൂൺ ഉലുവ തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പൗഡർ പരുവത്തിലൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഇനിയിപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടാനില്ലെങ്കിൽ നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതും മതി. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ എപ്പോഴും ആട്ടിയ വെളിച്ചെണ്ണ തന്നെ എടുക്കുകയാണ് എനിക്ക് നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഗുണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. എന്നിട്ട് നമുക്ക് കരിഞ്ചീരകം പൊടിച്ചതും ഉലുവ പൊടിച്ചതും കൂടി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ ഈ ഓയിലൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ഈ എണ്ണ ഒരിക്കലും തിളപ്പിച്ചൊന്നും എടുക്കരുത്, ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടും. അപ്പോൾ ഇതാ ഡബിൾ ബോയിലിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് എടുത്തിങ്ങ് മാറ്റാം. അപ്പോൾ വെള്ളം നല്ല രീതിക്ക് തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എണ്ണ ഇറക്കി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നേരം നമ്മളിതൊന്ന് ഇളക്കി നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങ് എടുത്ത് മാറ്റാം കേട്ടോ. ഒരുപാട് എണ്ണ തിളപ്പിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിത് ഡബിൾ ബോയിലിംഗ് ചെയ്ത് എണ്ണ ചൂടാകുമ്പോൾ നമുക്കിത് എടുത്തു മാറ്റാം. എന്നിട്ട് നമുക്ക് ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഉരുകാത്ത ഒരു ബോട്ടിൽ നോക്കിയിട്ട് നമ്മളിത് ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഇതൊരു 5 ദിവസത്തോളം നമുക്കിതൊന്ന് വെയിൽ കൊള്ളിക്കണം. വെയിൽ കൊള്ളിച്ചിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം, അതായത് ഈ ഉലുവയുടെയും ഈ കരിഞ്ചീരകത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ഒരു ഓയിലിലോട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ ഈ ബോട്ടിലേക്ക് കരിഞ്ചീരകം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ആ വെയിൽ അങ്ങോട്ട് കൊള്ളിച്ചാൽ മതി. 5 ദിവസത്തോളം നല്ല രീതിക്ക് വെയിൽ കൊണ്ടാലാണ് ഈ കരിഞ്ചീരകത്തിൻ്റെ ഈ ഉലുവയുടെയൊക്കെ എല്ലാ ഗുണങ്ങളും ഈ ഒരു ഓയിലിലേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു എണ്ണയാണ് ഈ കരിഞ്ചീരകം എണ്ണ. ഈ ഒരു എണ്ണ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും തന്നെ നമുക്കിത് മാറിക്കിട്ടും. അപ്പോൾ ചിലർ ഇതിനകത്തേക്ക് ആവണക്കെണ്ണ എള്ളെണ്ണയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇവിടെ ഞാൻ കുട്ടികൾക്കൊക്കെ തേക്കുന്ന കാരണം ഈ തണുപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ മാത്രമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് ആട്ടിയ എണ്ണ മാത്രമാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ കുട്ടികൾക്കൊക്കെ തേക്കാനാണെങ്കിൽ ഈ ഒരു രീതിക്ക് ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ തേച്ചാലും മുടിയൊക്കെ വളർന്നോളൂ കേട്ടോ. നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. ഒരു മാസമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു റിസൾട്ടും തന്നെ കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ വലിയവർക്കാണ് കരിഞ്ചീരകം എണ്ണ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക്
ആവണക്കെണ്ണയും എള്ളെണ്ണയൊക്കെ ചേർത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതൊക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് വളരാനും നല്ല തിക്കാവാനൊക്കെ നല്ല പോലെ തന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് ഈ ഒരു എണ്ണ തേക്കണമെന്നുണ്ടെങ്കിൽ ആവണക്കെണ്ണയ്ക്ക് നല്ല കട്ടിയുള്ള കാരണം ചിലപ്പോൾ നീർക്കെട്ടൊക്കെ കയറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം നീർക്കെട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആവണക്കെണ്ണയൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആവണക്കെണ്ണയും എള്ളെണ്ണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കരിഞ്ജീരകം എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളിവിടെ ഒരു 10 മാസത്തോളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ തലയിലുണ്ടായ താരനും എല്ലാം തന്നെ മാറി കിട്ടി കേട്ടോ. മുടി കൊഴിച്ചിലും മാറി കിട്ടി. അപ്പോൾ നല്ലൊരു എണ്ണയാണ്, എല്ലാവരും തന്നെ സ്ഥിരമായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ കരിഞ്ജീരകം ഓയിലിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ മടി കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും തന്നെ മടി കാണിക്കേണ്ട. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ. താങ്ക്